കെ അഭിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഇപ്പോൾ പോലീസ് ജീപ്പിനുള്ളിൽ മുഖം മറച്ചിരിക്കുന്ന ജയേഷിനെയും രശ്മിയെയും നമ്മൾ കണ്ടു. എവിടേക്കാണ് അവരെ കൊണ്ടുപോയത്? മെഡിക്കൽ പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്കാണ് പ്രതികൾ ഇരുവരെയും കൊണ്ടുപോയിട്ടുള്ളത്. നിലവിൽ അവർ കസ്റ്റഡിയിലാണ്. വിശദമായി ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇനിയും സ്റ്റേഷനിലേക്ക് മടക്കി കൊണ്ടുവരും. എന്തായാലും കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ദിവസേനയുള്ള വൈദ്യപരിശോധന അനിവാര്യമാണ് എന്നതിനാൽ തന്നെയാണ് ഇരുവരെയും ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഈ ക്രൂരകൃത്യത്തിൻ്റെ പ്രതികൾ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ അടക്കം കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരികയും അങ്ങനെ പ്രതികൾക്ക് റിമാൻഡിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നേരിട്ട് അറിയേണ്ടതുണ്ട് എന്നുള്ള തരത്തിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആ കേസിൻ്റെ ഗൗരവാവസ്ഥ പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ഹാജരാക്കിയ ആ സമയം തന്നെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുള്ളത്. ഏതാനും ദിവസത്തെ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന് തന്നെയാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അതേസമയം തന്നെ ഈ ലഭ്യമായിട്ടുള്ള പിടിച്ചെടുത്തിട്ടുള്ള 2 മൊബൈൽ ഫോണുകളിൽ ഒന്ന് മാത്രമേ തുറന്നു പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ നിർണായകമായ ദൃശ്യങ്ങൾ ഉണ്ട്. ചുരുക്കത്തിൽ പരാതിക്കാർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമാണ് എന്നതിൻ്റെ സംസാരിക്കുന്ന തെളിവായി ദൃശ്യങ്ങളായി അവ മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് ലഭ്യമായി വരുന്നത്. പിടിയിലായിട്ടുള്ളവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ഫോണുകളിൽ മറ്റൊന്ന് ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. പ്രതി ജയേഷ് ഈ ഫോൺ അൺലോക്ക് ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ പോലീസിനോട് പറയുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യാത്ത സ്ഥിതിയുണ്ട്. ചുരുക്കത്തിൽ അതിനെയും ഫോറൻസിക് സയൻസ് ലാബിലെ വിശദമായ പരിശോധനയിലൂടെ മാത്രമേ അത് തുറന്ന് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം.